എം.എസ്. വേണുഗോപാൽ വ്യക്തിപരമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഞ്ജുഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം CPM ഇത്തവണ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിന്റെ കാരണം പറഞ്ഞു തുടങ്ങിയപ്പം ഗൗതം മാഷ് പതുക്കെ വീണ്ടും സന്ദേശത്തിലെ കുമാരപിള്ള സാറായി. ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ പിന്നെ നമുക്ക് ദഹിക്കാത്തതായി മാറി. ഈ വ്യാഖ്യാനം നടത്തരുത്, അത് അവസാനിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ആദ്യമേ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് BJP UDF ഡീൽ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത്, ശരിക്കും ഇലക്ഷന്റെ ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? CPM അണികളും UDFും തമ്മിലൊരു ഡീൽ ഉണ്ടായി എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഈ കണ്ണൂര് തന്നെ നമ്മൾ അറിഞ്ഞു, തളിപ്പറമ്പ്, പയ്യന്നൂർ, എന്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും പാർട്ടി മൂക്കിട്ട് ഷാ എഴുതുന്ന അവസ്ഥ വന്നില്ലേ? വൻ പരാജയം തളിപ്പറമ്പിലുണ്ടായില്ലേ? അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ പരാജയം എന്ത് വലുതാണ്? അപ്പൊ ഈ പരാജയങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? CPM അണികൾ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടാണ്. അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിരുന്ന, ഇന്നലെ വരെ വോട്ട് ചെയ്തിരുന്ന പലരും ഇന്ന് കൈപ്പത്തിയിൽ പോയി വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോ അന്തർധാര ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? CPM അണികളും UDFും തമ്മിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിശകലനത്തിൽ വലിയ അപഘാതം വന്നിട്ടുണ്ട്. ഈ വിശകലനത്തിന് ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ജനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 വലിയ പരാജയങ്ങൾ നടന്ന സീറ്റുകൾ നോക്കിയാൽ മതി. അമ്പലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? അമ്പലപ്പുഴ എന്ന് പറയുന്നത് മറ്റൊരു ധർമ്മടമാണ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ശ്രീ G. സുധാകരൻ 25,000-ന് മേൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ദയവായി മനസ്സിലാക്കണം. അവിടുത്തെ ജനങ്ങൾ, അദ്ദേഹം എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് വാഴുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു, ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് നമ്മളെ ഏറ്റവും കുഴപ്പത്തിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ ഇലക്ഷൻ നിന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? നമ്മള് ഭാര്യയും ഭർത്താവിനെയും അളിയനെയും ഒക്കെ നിർത്തുന്ന പരിപാടിയാണ് നമുക്ക് കുഴപ്പം ചെയ്യുന്നത്, സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം ശരിയാണെന്നല്ലേ അവിടെ തളിപ്പറമ്പിലെ വോട്ട് പെട്ടി പൊട്ടിച്ചപ്പോ മനസ്സിലായത്? അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് പയ്യന്നൂരാണ്. പാർട്ടി സഖാവിന് വേണ്ടി പിരിച്ച ഫണ്ട് തട്ടിയെടുത്തവന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിക്കണ്ണൻ അവിടെ മത്സരിച്ചത്. അവിടെയൊന്നും കെട്ടിവെച്ച കാശ് ഒരു CPM വിഭജനം കിട്ടാൻ വഴിയില്ലാത്തതാണ്. വഴിയില്ലെന്ന് മാത്രമല്ല, 10 വെട്ടി അടിച്ച് ഓടിക്കേണ്ടതാണ് അത്തരം സ്ഥാനാർത്ഥികളെ മുമ്പൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇത്തവണ അവരെല്ലാരും വൻപിച്ച തോതിൽ പോയി വോട്ട് ചെയ്ത് ഈ കുഞ്ഞിക്കണ്ണനെയും TK ഗോവിന്ദനെയും G. സുധാകരനെയും ഒക്കെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം, ധർമ്മടത്തെ വോട്ടിന്റെ പോക്ക് കണ്ടില്ലേ? 50,000-ന് ഉണ്ടായിരുന്ന വോട്ട് 19,000 ആയിട്ട് താഴ്ന്നു പോയില്ലേ? അപ്പൊ അവിടെ തന്നെ 10-30,000 വോട്ടിന്റെ വ്യത്യാസം വന്നിരിക്കുന്നു. അത് മാത്രമോ, തലശ്ശേരിയിൽ കാരായി രാജന് കിട്ടിയ ഭൂരിപക്ഷം പോലും മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഇതാണ് ജനങ്ങൾ വിലയിരുത്തിയത്. ജനങ്ങൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ കാര്യവും, രണ്ടാമത്തേത് തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതം നടന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് പാർട്ടി ഫണ്ട്, മറ്റ് ഫണ്ടുകളൊക്കെ തട്ടിക്കുന്ന കാര്യത്തിലും അണികൾക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ളതാണ് ആ ഇലക്ഷൻ റിസൾട്ട് ബോധ്യപ്പെടുന്നത്. ശരിയാണ് ശ്രീ M. ജയചന്ദ്രൻ, ഇക്കാര്യങ്ങൾ എന്തായാലും താഴെത്തട്ടിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ലഘൂകരിച്ചാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ചത് എന്ന് മാത്രം. ആത്മപരിശോധന പാർട്ടി അണികൾ നടത്തിയിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പാഠം പഠിക്കില്ല എന്നുള്ള നിലപാടിലാണോ ശ്രീ ജയചന്ദ്രൻ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉള്ളത്? ഇതെല്ലാം ഇപ്പോൾ MS വേണുഗോപാൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ വിമർശന രൂപത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് ചർച്ച നടന്ന സമയത്ത്. പക്ഷേ അത് സ്വന്തം തെറ്റാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ ഇരിക്കുന്നത്. അല്ല, ഈ പ്രശ്നം CPM അതിനെ പരിപൂർണമായി അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു, തയ്യാറായി എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ അദ്ദേഹം പറഞ്ഞതും.
വിമർശനങ്ങൾ വളരെ നിശ്ചിതമായി ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകൾ വരെ, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഉള്ള വിമർശനങ്ങളാണ് ഉള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് ഇനിയും വിമർശിക്കപ്പെടാൻ പോകുന്നതും. ഇപ്പോ ശ്രീ വേണുഗോപാൽ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയമായും അദ്ദേഹം പറഞ്ഞ ആ 3 ഇനങ്ങളും കൃത്യമാണത്. അത് ജനങ്ങളിൽ പൊതുവിൽ ബഹുജനങ്ങളിൽ എന്നല്ല, CPM അണികളിലും അനുഭാവികളിലും മാത്രമല്ല, CPM-ന്റെ കേഡർമാരിൽ മെമ്പർഷിപ്പിൽ ഉള്ളവരിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തി വളരെ വലുതാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഇലക്ഷൻ റിസൾട്ടായിട്ട് വന്നത്. അതിലൊരു സംശയവുമില്ല. അതടക്കമുള്ള വിമർശനങ്ങൾ നന്നായി തന്നെ ഉയരുന്നുണ്ട് സംഘടനാ കമ്മിറ്റികളിൽ. അതാണ് അവർ തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നടന്നത്. ഇനി അത് കൂടുതൽ തീക്ഷ്ണമായി താഴെ നിന്ന് മുകളിലേക്ക് വരികയാണ്. അപ്പോൾ അത് കുറെ കൂടെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതിയിൽ. അങ്ങനെയാണ് അത് കാണേണ്ടതും. അവർ കാണുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ മനസ്സിലായത്. പക്ഷെ പല കാര്യങ്ങളും ഗോവിന്ദമാഷ് വിശദീകരിച്ചപ്പോൾ വിശദീകരണക്ഷമമാവാതെ പോയതും അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയി പോയതും പലതും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് മറ്റു നേതാക്കൾ ചില തുറന്നു പറച്ചിൽ നടത്തുന്നുമുണ്ട്. ഇപ്പോൾ പി ജയരാജന്റെ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. പി ജയരാജൻ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ CPM-ന്റെ അവലോകന റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം കടന്നു വന്നതിന് പിന്നാലെയുള്ള ഈ വിമർശനങ്ങൾ അത് തുടർന്നുള്ള ദിവസങ്ങളിലും തുടരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പി ജയരാജൻ അതിനൊരു തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം CPM തുറന്നു കൊടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ വസ്തുത. അത് തന്നെയാണ് അത് തെളിയിക്കുന്നത്. പി ജയരാജനെ പോലെ ഒരാൾ അങ്ങനെ തുറന്നൊരു വിമർശനത്തിന് തയ്യാറാവുമ്പോൾ, അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, അങ്ങനെ തയ്യാറാവുമ്പോൾ ആ സ്വാതന്ത്ര്യം CPM റാങ്ക് ആൻഡ് ഫയലിന് കൊടുത്തിരിക്കുന്നു CPM സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് തന്നെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ഇത് ഇത്രയുമേറെ കാര്യങ്ങൾ MP ഗോവിന്ദൻ തുറന്നു പറഞ്ഞത് തന്നെ പാർട്ടിയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്ന് താങ്കൾ കാണുന്നു. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പോലും തുറന്നു പറയാറില്ല അല്ലേ? അല്ല, ഞാന് പണ്ട് 98 ഈ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഈ നമ്മുടെ പാലക്കാട് വിട്ടുതരത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ചടയനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കുകയാണ്, AK സെന്ററിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനത് പലയിടത്തും പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, അദ്ദേഹം പറഞ്ഞ വലിയ അർത്ഥമുള്ള ഒരു ചെറിയ വാചകം. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ ഐറ്റം തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. വിഭാഗീയത ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. ഇതാണ് ചടയൻ ഗോവിന്ദൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, എത്ര വലിയ അർത്ഥതലങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.